നമസ്കാരം. ദുരന്തർ ദ റിവെഞ്ച്. ഒരു കഥ, ഒരു പ്രതികാരം, ഒരു മനുഷ്യന്റെ ഉള്ളിലെ പൊട്ടിത്തെറി. ഇതാണ് ദുരന്തർ ദ റിവെഞ്ച്. ആദിത്യ ദർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം രൺബീർ സിംഗ്, അർജുൻ രാംപാൽ, മാധവൻ, സഞ്ജയ് ദത്ത്, സാറ അർജുൻ എന്നിവരുടെ ശക്തമായ പ്രകടനങ്ങളിലൂടെ ഒരു പവർ പാക്ക് അനുഭവമാകുന്നു. ഓരോ സീനിലും ത്രസിപ്പിക്കുന്ന അഭിനയവും ഓരോ സീനിലും നമ്മളെ അന്യായമായ പെർഫോമൻസ് ആണ് ഈ സിനിമ കാഴ്ചവെക്കുന്നത്. പീക്ക് ലെവൽ പടം. ഇത്രയേറെ നമ്മളെ ത്രസിപ്പിച്ച് 4 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ ഓരോ നിമിഷവും നമ്മളെ പിടിച്ചിരുത്തുകയാണ്. ഈ സിനിമ ഒരു സാധാരണ പ്രതികാര കഥയല്ല. ഇത് ന്യായത്തിനായി പോരാടുന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. രൺബീർ സിംഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്റെ ജീവിതം തകർത്തവർക്കെതിരെ ഉയരുന്ന ഒരു തീപ്പൊരി. അവന്റെ മുന്നിൽ ശക്തരായ വിരോധികൾ സഞ്ജയ് ദത്തും അർജുൻ രാംപാലും. ഒരു നിമിഷം പോലും ബോറടിക്കാതെ മുന്നേറുന്ന കഥ. ഓരോ സീനിലും ട്വിസ്റ്റുകൾ. വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായമായ വയലൻസാണ്. തലയൊക്കെ വെട്ടി ഫുട്ബോൾ കളിക്കുന്ന രീതിയിലുള്ള അന്യായമായ വയലൻസാണ്. ഇത് A+ കാറ്റഗറിയിലുള്ള പടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ സിനിമ കാഴ്ച അനുവദനീയമല്ല. രൺബീർ സിംഗിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും. എനർജി, ഇമോഷൻ, ആക്ഷൻ എല്ലാം ടോപ്പ് ലെവൽ രൺബീർ സിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്രത്തോളം ഇന്ത്യൻ സിനിമയെ പ്രതീക്ഷക്കപ്പുറത്തേക്ക് ഉയർത്തുന്ന ഒരു നടൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം ഓറയും സ്വാഗും എല്ലാം ഉള്ള ഒരു പെർഫോമൻസാണ് രൺബീർ സിംഗ് കാഴ്ചവെച്ചിരിക്കുന്നത്. സഞ്ജയ് ദത്ത് വില്ലനായിട്ട് സ്ക്രീൻ തകർത്തിരിക്കുകയാണ്. അയാൾ ഒരുപാട് പെർഫോമൻസ് കൊണ്ട് മാത്രം ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുതന്നെ അദ്ദേഹത്തിൻ്റെ പീക്ക് ലെവൽ പെർഫോമൻസിൻ്റെ അടുത്തെത്തില്ലെങ്കിലും വളരെയധികം നന്നായിട്ടുള്ള ഒരു വേഷവിധാനം തന്നെയാണ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. മാധവൻ കാം ബട്ട് പവർഫുൾ റോൾ. മാധവൻ അത്രത്തോളം കയ്യടി നേടുന്നൊരു കഥാപാത്രമായിട്ടാണ് ഇതിൽ തകർത്തിരിക്കുന്നത്. അർജുൻ രാംപാൽ സ്റ്റൈലിഷ് ആൻഡ് ഡൈനാമിക് പെർഫോമൻസാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. സാറ അർജുൻ ഇമോഷണൽ ടച്ച് കൊടുക്കുന്ന പെർഫോമൻസാണ്. മ്യൂസിക് ആൻഡ് BGM ശശ്വത് സച്ദേവിൻ്റെ പ്രത്യേകത ദുരന്തർ ഫസ്റ്റ് കണ്ടവർക്കറിയാം. അത്രത്തോളം മ്യൂസിക്കിൻ്റെ പ്രാധാന്യം ആ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ സോൾ തന്നെ മ്യൂസിക്കാണ്. ഓരോ ഫൈറ്റ് സീനിലായാലും ഇമോഷണൽ മൊമെൻറ്റ്സിലായാലും BGMലായാലും ശരി, ഗൂസ് ബംപ്സ് തരുന്ന പ്രകടനമാണ് സച്ദേവ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആദിത്യ ദർ ഡയറക്ഷൻ ആൻഡ് മേക്കിംഗ്. ഇതുപോലെ അന്യായ പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ KGF ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. KGF 2 ഇത്രത്തോളം പെർഫോമൻസിൽ പീക്ക് ലെവൽ ചെയ്തിരിക്കുന്നത് രണ്ടാം ഭാഗത്തിൽ KGF മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു മാസ് സ്റ്റോറി ടെല്ലർ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഹൈ വോൾട്ടേജ് ആക്ഷനാണ്, പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേ ആണ്, ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ്, അന്യായമായിട്ടുള്ള സംവിധാനം. അത്രേ ഈ കാര്യത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഈ സിനിമയുടെ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ പവർഫുൾ റിവെഞ്ച് സ്റ്റോറിയാണ്. ഇന്ത്യയിൽ നിന്ന് ഒരു ചാരനായി പാകിസ്ഥാനിലേക്ക് പോകുന്ന ആ സ്റ്റോറി ടെല്ലിംഗ് തന്നെ വളരെ അഗ്രസീവായ ഒരു കൺസെപ്റ്റാണ്. മൈൻഡ് ബ്ലോയിങ് ആക്ഷൻ സീൻസ്, ഒരു രക്ഷയുമില്ലാത്ത ആക്ഷൻ സീൻസ് ആണ്. രൺബീർ സിംഗ് ഒക്കെ തോക്ക് പിടിക്കുന്നത് രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പെർഫെക്റ്റ് കമാൻഡോ എങ്ങനെയാണ് തോക്ക് പിടിക്കുന്നത് ആ രീതിയിലുള്ള പരിപാടിയാണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. സ്ട്രോങ് പെർഫോമൻസ് എല്ലാ നടന്മാരും അവരുടെ. ദുരന്തർ ദ റിവെഞ്ച് ഒരു മസ്റ്റ് വാച്ച് ആക്ഷൻ ത്രില്ലറാണ്. മാസ് പ്ലസ് ഇമോഷൻ പ്ലസ് റിവെഞ്ച് പ്ലസ് ഫുൾ പാക്കേജ്. അത്രയും മന്യായ പരിപാടിയാണ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. റേറ്റിംഗ് ഞാൻ 5-ൽ 4.9 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.